നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കാം അതിവേഗം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ കേസിൽ ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. സസ്പെൻഡ് ചെയ്ത് അതേ ആളുകൾ തന്നെ രാഹുലിനെ പ്രതിരോധിക്കുന്നെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൌസ് അക്രമ സമരം 28 പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് മ്യൂസിയം പോലീസിനെതിരെ തീപ്പന്തമെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടയിൽ വിദേശത്തേക്ക് തിരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുൽ വിഷയത്തിലും എ ക്യാമറ കോടതി വിധിയിലും പൂർണ്ണ പ്രതിരോധത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് കാണിച്ചുള്ള ഒരു കത്തും പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവേദിയിൽ വരാൻ അർഹനല്ലെന്ന് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കൃഷ്ണദാസ്. രാഹുൽ വിഷയത്തിൽ വിചിത്രവാദവുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി. രാഹുലിനെതിരെ ഉയർന്നു വന്നത് കള്ളക്കേസാണ്, രാജിക്കാര്യം കോൺഗ്രസ് ക്ലോസ് ചെയ്ത ചാപ്റ്റർ എന്നും കൊടിക്കുന്നിലിന്റെ ന്യായീകരണം. കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിനെതിരെ പരോക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടൻ. റിയൽ വർക്കില്ലാത്ത റീൽ നിലനിൽക്കില്ലെന്ന് മാത്യു കുഴൽനാടന്റെ വിമർശനം. പാലക്കാട്ടെ കോൺഗ്രസിൽ കലഹം രൂക്ഷം. കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറന്ന് ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരായ പ്രതിഷേധം. രാഹുലിനെതിരായ ആരോപണങ്ങളെ മറികടക്കാനെന്ന് ഒരു വിഭാഗം നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് മണ്ഡലത്തിൽ ഗൃഹസന്ദർശനവുമായി ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും. യു.ഡി.എഫ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ നിന്നും പെൻഷൻ തുക തട്ടിയെടുത്ത ജീവനക്കാരെ നയിച്ചത് ആഡംബര ജീവിതം. കഴിഞ്ഞ ദിവസമാണ് ഒളിവിൽ കഴിഞ്ഞ അഖിൽ സി വർഗീസിനെ പിടികൂടിയത്. ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തിൽ പ്രതികരണവുമായി പരാതിക്കാരി. കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തും. പരാതി നൽകുന്ന സമയത്ത് നിയമപരമായ പല കാര്യങ്ങളിലും വ്യക്തത ഇല്ലായിരുന്നുവെന്നും പരാതിക്കാരി. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന പാലക്കാട്ടെ ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ രാജീവ് ചന്ദ്രശേഖർ. കാസർഗോഡ് തലപ്പാടിയിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. അമിത വേഗത്തിലെത്തിയ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലേക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ബസിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെന്നും എന്നെ നെല്ലിക്കുന്ന MLA. ഗവർണർ ബില്ലുകൾ 6 മാസത്തോളം തടഞ്ഞുവെക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ. അസം സർക്കാരിന് വീണ്ടും തിരിച്ചടി. രാജ്യദ്രോഹ കേസിൽ മാധ്യമപ്രവർത്തകൻ അഭിസാർ ശർമ്മയുടെ അറസ്റ്റ് സുപ്രീം കോടതി 4 ആഴ്ചത്തേക്ക് തടഞ്ഞു. ഇതര മതസ്ഥർക്ക് ഭൂമി കൈമാറുന്നതിൽ നിയന്ത്രണം നടപ്പിലാക്കി അസം സർക്കാർ. ഹിന്ദു മുസ്ലിം മതവിശ്വാസികൾ പരസ്പരം ഭൂമി കൈമാറുന്നതിന് സർക്കാർ അനുമതി തേടണം.
ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങളുടെ ഈറ്റില്ലമായിരുന്നു കേരളം. ആ ഇരുണ്ട കാലത്തെ തകർത്തെറിഞ്ഞത് നവോത്ഥാന നായകന്മാരുടെ ശക്തമായ നിലപാടുകളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ ധ്രുവീകരണം എന്ന അപകടത്തെ ആശയത്തിൽ തന്നെ പ്രതിരോധിക്കാൻ കഴിയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വർഗീയവാദി വിശ്വാസത്തെ ഉപകരണമായി ഉപയോഗിക്കുന്നു. കൂട്ടായ്മയിലൂടെ മാത്രമേ വർഗീയവാദത്തെ തോൽപ്പിക്കാൻ കഴിയുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ. കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്നു. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും കല്ലുകൾ റോഡിൽ പതിച്ചതിനാൽ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി പുന്നമട ഒരുങ്ങി. 24 മണിക്കൂറിനു ശേഷം കരിനാഗങ്ങളെ പോലെ തീ പാറുന്ന പോരാട്ടവുമായി ചുണ്ടൻ വള്ളങ്ങൾ പുന്നമടയിലെത്തും. കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം. ഓണാവധിക്കു ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കും. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ 43-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ തൊണ്ടയിൽ ഗൈഡ് വയർ കണ്ടെത്തിയ സംഭവത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഏപ്രിൽ മാസം തന്നെ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ്. കാസർഗോഡ് ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്തു. അച്ഛനും അമ്മയും മകനുമാണ് മരിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് പ്രാഥമിക നിഗമനം. എറണാകുളം കളമശ്ശേരിയിൽ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഞാറയ്ക്കൽ സ്വദേശി വിവേകാണ് കൊല്ലപ്പെട്ടത്. പ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. കോഴിക്കോട് വിജിൽ നരഹത്യ കേസിൽ തെളിവെടുപ്പ് തുടരുന്നു. യുവാവിനെ കുഴിച്ചുമൂടിയ സരോവരം പാർക്കിന് സമീപമുള്ള ചതുപ്പിലാണ് പരിശോധന. ഓണത്തിനായി ഉദ്യാനമൊരുക്കി ലയമൺ പഞ്ചായത്തിലെ ഹരിത കർമ്മസേന. തരിശുഭൂമിയിലാണ് ചെണ്ടുമല്ലി പൂപ്പാടമൊരുക്കിയത്. അമിത പലിശയ്ക്ക് നൽകിയ പണത്തിനീടായി യുവാവിനെ ഭീഷണിപ്പെടുത്തി വാഹനം പിടിച്ചെടുത്തയാൾ അറസ്റ്റിൽ. കൊറ്റാമം സ്വദേശി ഹരനാണ് പിടിയിലായത്. പാറശാല പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഇന്ത്യയിൽ സ്ത്രീ പീഡനത്തെ തുടർന്നുള്ള കൊലപാതകങ്ങളിൽ മുന്നിൽ ഉത്തർപ്രദേശ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2022 രാജ്യത്ത് 6516 പേരാണ് സ്ത്രീധന പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. UP-യിൽ മാത്രം 2138 പേർ കൊല്ലപ്പെട്ടു. കച്ചദ്വീപ് ദ്വീപ് ഇന്ത്യക്ക് കൈമാറില്ലെന്നും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത്. കച്ചദ്വീപ് ഇന്ത്യ ഏറ്റെടുക്കണമെന്ന തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. IPL വിജയാഘോഷത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടത്തെക്കുറിച്ച് ഒടുവിൽ പ്രതികരിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. നിശബ്ദത എന്നാൽ ഇല്ലാതാവുകയാണെന്ന് RCBയുടെ എക്സ് പോസ്റ്റ്. തിക്കിലും തിരക്കിലും പെട്ട് 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അമേരിക്കയിലെ മിനിയാപോളിസിൽ കത്തോലിക്ക സ്കൂളിൽ വെടിവയ്പ്. അക്രമി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്ക്. ഇസ്രയേൽ ബന്ധത്തിനെതിരെ പ്രതിഷേധിച്ച ജീവനക്കാരെ പിരിച്ചുവിട്ട് മൈക്രോസോഫ്റ്റ്. സമരം ചെയ്ത 2 ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. കമ്പനിയുടെ നയങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ലംഘിച്ചുവെന്നാണ് വിശദീകരണം.
എമിറേറ്റിലെ ജംഗ്ഷൻ 10 അൽ റഫിയയുമായി ബന്ധിപ്പിക്കുന്ന 17 കിലോമീറ്റർ റോഡ് നവീകരണം പൂർത്തിയാക്കി ഷാർജ റോഡ് ഗതാഗത അതോറിറ്റി. വികസന പദ്ധതികളുടെ ഭാഗമായാണ് നവീകരണം നടപ്പിലാക്കിയത്. ദുബായ് നഗരത്തിൽ 5 പുതിയ ബസ് റൂട്ടുകൾ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 29 മുതൽ ഈ റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കും. ഇതോടൊപ്പം നിലവിലെ 9 റൂട്ടുകളിൽ സർവീസ് പരിഷ്കരിച്ചതായും റോഡ് ഗതാഗത അതോറിറ്റി. താമസക്കാർക്കും സന്ദർശകർക്കും സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി നഗരത്തിലുടനീളം പുതിയ പൊതു ശുചിമുറികൾ തുറന്നു. ഓരോ യൂണിറ്റിലും 2 വീതം ശുചിമുറികളും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക മുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. മോളിവുഡിന്റെ പുതിയ യൂണിവേഴ്സിനെ നെഞ്ചേറ്റി തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ലോക യൂണിവേഴ്സ് ചാപ്റ്റർ 1 ചന്ദ്ര. ഫാന്റസി സൂപ്പർ വിഭാഗത്തിലെത്തിയ ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും നെസ്ലിനുമാണ് പ്രധാന വേഷങ്ങളിൽ. സിനിമയുടെ VFXും ചർച്ചയാവുകയാണ്. ഓണം വിന്നർ ടൈറ്റിലിൽ മത്സരിക്കാൻ ഇന്ന് തിയേറ്ററിലെത്തിയ 2 ചിത്രങ്ങൾ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി ലോകയും ഹൃദയപൂർവ്വം. സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം DS ഈറയുടെ ടീസർ പുറത്ത്. ചിത്രം ഒക്ടോബർ 31 തിയേറ്ററുകളിലേക്ക്. ാമത് വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഫോട്ടോ ജേർണലിസ്റ്റ് P. അഭിജിത്ത് സംവിധാനം ചെയ്ത ഞാൻ രേവതി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒക്ടോബർ 7, 8 തീയതികളിലായി ഞാൻ രേവതിയുടെ 2 പ്രദർശനങ്ങളും നടക്കും. രജനീകാന്ത് നായകനായി കൂലിക്ക് റിലീസായി 2ാം വാരം 300 കോടിയുടെ കുതിപ്പ്. വിജയ് ചിത്രം ലിയോയുടെ റെക്കോർഡും മറികടന്ന ചിത്രം. ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന 2ാമത്തെ തമിഴ് ചിത്രമാണ്. കാലിഫോർണിയയിൽ 16-കാരനായ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ OpenAIയുടെ ചാറ്റ്ബോട്ടായ ChatGPTക്കെതിരെ കുടുംബം. ചാറ്റ്ബോട്ട് കുട്ടിയുടെ ആത്മഹത്യാ ചിന്തയെ പ്രോത്സാഹിപ്പിച്ചതായി കുടുംബം ആരോപിച്ചു. റിലയൻസ് ജിയോയും ഭാരതി എയർടെലും ഉൾപ്പെടെയുള്ള സ്വകാര്യ ടെലികോം കമ്പനികൾ വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ജൂലൈയിലും ഇതേ കമ്പനികൾ വലിയ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് മികവിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വീണ്ടും വിജയം നേടി. ട്രിവാൻഡ്രം അദാനി റോയൽസിനെ 9 റൺസിന് തോൽപ്പിച്ചു. 37 പന്തിൽ നിന്ന് 62 റൺസാണ് സഞ്ജു നേടിയത്. കാഫ നേഷൻസ് കപ്പിനായി പ്രഖ്യാപിച്ച ദേശീയ സീനിയർ ടീമിൽ 3 മലയാളി താരങ്ങൾ ഇടം പിടിച്ചു. മുഹമ്മദ് ഉവൈസ്, MS ജിതിൻ, ആഷിഖ് കുർണിയൻ എന്നിവരാണ് കാഫ നേഷൻസ് കപ്പിനുള്ള സീനിയർ ടീമിൽ ഇടം പിടിച്ചവർ. ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോൾ മികവിൽ ലീഗ്സ് കപ്പ് ഫുട്ബോളിൽ ഇന്റർ മിയാമി ഫൈനലിൽ. സെമിയിൽ ഒർലാൻഡോ സിറ്റിയെ 3-1 പരാജയപ്പെടുത്തിയത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.